നമ്മുടെ ആവേശവും നമ്മുടെ കൈയടിയും നമ്മുടെ ഉള്ളിൽ അല്പം ഒതുക്കുന്നത് നല്ലതായിരിക്കും. വളരെ അച്ചടക്കത്തോടുകൂടി ഈ സദസ്സിനെ വളരെ ഗംഭീരമായ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ഈ രാജ്യത്ത് പാരസൈറ്റിക് ഇൻഡസ്ട്രികൾക്ക് 15 വർഷമായി അനുഭവിക്കുന്ന യാതനകൾക്ക് വിരാമമിടുന്ന ഒരു വലിയ നിയമസമ്പ്രദായം പാർലമെന്റ് പാസാക്കി. അതിനെ ചുവടുപിടിച്ചുകൊണ്ട് കേരള സംസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്ന മാർഗരേഖ. അവിടെ ഒരു കാര്യം പറയാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. നമ്മൾ അധ്യക്ഷത അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ അവറുകൾ വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നല്ലൊരു കേന്ദ്രീകരിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ട്രേഡ് യൂണിയനെയും എല്ലാ ഇൻഡസ്ട്രി അസോസിയേഷനെയും വിളിച്ചുകൂട്ടി പല ഘട്ടങ്ങളിലായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജനകീയമാക്കിക്കൊണ്ട് ഈ നിയമത്തെ സുതാര്യമാക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഒരു വലിയ പ്രവൃത്തിയെ വളരെ ആദരവോടുകൂടി ഞങ്ങൾ ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഇനിയൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവിടെ എൻറോൾ ചെയ്യപ്പെട്ട കമ്പനികൾ അവരെ ദൃഢമായിട്ട് നിരീക്ഷിക്കുവാനായിട്ട് ശക്തമായ ഒരു മോണിറ്ററിംഗ് സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. അതെന്ന് പറയുമ്പോൾ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, 13 അംഗ സമിതിയിൽ കേരള സംസ്ഥാനത്ത് എല്ലാ വ്യാപാര മേഖലയും നിയന്ത്രിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റായ പോലീസ് സംവിധാനങ്ങളും GST വകുപ്പും മറ്റ് ലീഗൽ മെട്രോളജി വകുപ്പും ഫുഡ് സേഫ്റ്റി വകുപ്പും അടങ്ങുന്ന ഒരു വലിയ സംവിധാനത്തിലൂടെ ഇതിനെ നിരീക്ഷിക്കാനായിട്ട് പോവുകയാണ്. പുതിയതും പഴയതുമായ കമ്പനികളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡീവിയേഷൻസ്, നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും ലംഘനം കണ്ടാൽ അതത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാനുള്ള വളരെ മനോഹരമായ ഒരു മെക്കാനിസം ഇവിടെ ഈ സ്റ്റേജിലിരിക്കുന്ന പാരസൈറ്റിക് ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി അസോസിയേഷൻകാരുടെ ആശംസകളും വീഡിയോകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അവർ വളരെ ഗൗരവപൂർവ്വം പറഞ്ഞതാണ്, ഇത് ഒരു റോൾ മോഡലായിരിക്കും, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു മാതൃകയായിരിക്കും, പാരസൈറ്റിക് ഇൻഡസ്ട്രിക്ക് ഒരു വലിയ ഓപ്പണിംഗ് ആയിരിക്കും. നമ്മുടെ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെ കുറിച്ചു കൊടുക്കുന്ന ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു രീതിയിലുമുള്ള അണ്ടർ ബില്ലിംഗ് പോലും ഇല്ലാത്തുള്ള GST പോലെയുള്ള നികുതി കൃത്യമായും അടച്ച് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിനും നികുതി പ്രദാനം ചെയ്യുന്ന ഈ മേഖലയെ, ലെജിറ്റിമേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കണമെന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ നയം. അതിനെ ചുവടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചത്.